ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു CPMന്റെ ദേശീയ പദവി. MP-മാരുടെ എണ്ണം കുറഞ്ഞാൽ അത് വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ദേശീയ നേതാക്കൾ പലതവണ വ്യക്തമാക്കിയതാണ്. ദേശീയ തലത്തിൽ തന്നെ ആകെ 4 സീറ്റാണ് ഇത്തവണ CPMന് വിജയിക്കാനായത്. കേരളത്തിൽ 1, തമിഴ്നാട് 2, രാജസ്ഥാൻ 1 എന്നിങ്ങനെയാണ് CPM വിജയിച്ച കണക്കുകൾ. ലോക്സഭയിലോ സംസ്ഥാന അസംബ്ലിയിലേക്കോ ഉള്ള തിരഞ്ഞെടുപ്പുകളിൽ 4 അതിലധികമോ സംസ്ഥാനങ്ങളിലെ സാധുവായ വോട്ടിന്റെ 6% നേടണം. അല്ലെങ്കിൽ ലോക്സഭയിലെ 4 MP-മാർ ഉൾപ്പെടെയുള്ള ചില മാനദണ്ഡങ്ങളാണ് ദേശീയ പദവി നിലനിർത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് 2% അല്ലെങ്കിൽ ലോക്സഭയിൽ 11 സീറ്റുകൾ നേടിയാലും ഒരു പാർട്ടിക്ക് ദേശീയ പദവി ലഭിക്കും. ഇതെല്ലാം കണക്കാക്കിയാണ് CPMന് ഇത്തവണ ദേശീയ പദവി നിലനിർത്താനായത്. CPM-MLന് ബീഹാറിൽ 2 സീറ്റും CPIക്ക് തമിഴ്നാട്ടിൽ 2 സീറ്റിലും ഇത്തവണ വിജയിക്കാനായിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 15 സീറ്റിലായിരുന്നു ഇത്തവണ CPM മത്സരിച്ചത്. എന്നാൽ വിജയിക്കാനായത് 1-ൽ മാത്രം. ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിച്ച ആലത്തൂരിൽ മാത്രമാണ് CPMന് മുഖം രക്ഷിക്കാനെങ്കിലും രക്ഷയായത്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മാത്രമായിരുന്നു CPMന് വിജയിക്കാനായത്. ഇത്തവണ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.